ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 14. ധർമ്മസങ്കടങ്ങളും ആഴത്തിലുള്ള വിശ്വാസവും. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം. ശനിയാഴ്ച രാവിലെ ഒരു ബൈബിൾ പഠനം നടക്കുന്നു. അതിൽ സംബന്ധിച്ച ഒരു പിതാവ് തൻ്റെ പ്രിയപ്പെട്ട എന്നാൽ വഴിപിഴച്ച മകൾ നഗരത്തിലേക്ക് മടങ്ങിയെത്തിയതിനാൽ ധർമ്മസങ്കടത്തിലായിരുന്നു. അവളുടെ മോശം പെരുമാറ്റം കാരണം തൻ്റെ വീട്ടിൽ അവൾ താമസിക്കുന്നതിൽ അയാൾ അസ്വസ്ഥനായിരുന്നു. പഠനത്തിൽ സംബന്ധിച്ച മറ്റൊരു വ്യക്തി ദീർഘകാല രോഗവും വാർദ്ധക്യവും മൂലം ക്ഷീണിതയായിരുന്നു. നിരവധി ഡോക്ടർമാരെ കണ്ടെങ്കിലും കാര്യമായ രോഗശമനം അവർക്ക് ലഭിക്കാത്തതിനാൽ അവർ നിരാശയിലായിരുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവർ അന്ന് പഠിച്ചത് മർക്കോസ് 5-ാം അധ്യായമായിരുന്നു. ആ ബൈബിൾ പഠനം കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ പ്രത്യാശയും സന്തോഷവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. മർക്കോസ് 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ അത്യാസന്ന നിലയിലുള്ള ഒരു കുട്ടിയുടെ പിതാവായ യായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നതയിൽ ഇരിക്കുന്നു. പെൺകുട്ടിയെ സന്ദർശിക്കാൻ പോകുന്ന വഴിയിൽ എഴുതപ്പെടാത്ത ഒരു സ്ത്രീയുടെ ദീർഘകാല രോഗം യേശു സുഖപ്പെടുത്തി. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ പ്രേരിതരായ യായിറോസും സ്ത്രീയും അവനെ അന്വേഷിച്ചു. അവർ നിരാശരാക്കപ്പെട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടി പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനു മുമ്പ് ആ രണ്ടുപേരുടെയും കാര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ ആരെയും വെറുതെ വിടുന്നില്ല. സ്ത്രീ പുരുഷവർഗ വർണ്ണ ഭേദമന്യേ നാമെല്ലാം നമ്മെ വലയ്ക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം തേടുന്നു. എന്നാൽ നാം നേരിടുന്ന വെല്ലുവിളികൾ നമ്മെ യേശുവിൽ നിന്ന് അകറ്റരുത്. മറിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. കാരണം നാം സ്പർശിക്കുന്നതറിഞ്ഞ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ് യേശു. ചിന്തിക്കുക, ഇപ്പോഴുള്ള ഏത് സാഹചര്യമാണ് യേശുവിനെ അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഇന്നത്തെ നിങ്ങളുടെ ഹൃദയംഗമമായ പ്രാർത്ഥന എന്താണ്? ദൈവത്തിന് മഹത്വം.